മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി ഇഫ്താർ വിരുന്ന്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ നടന്ന ഇഫ്താർ വിരുന്നിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഇതര സംസ്ഥാന കച്ചവടക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. സെൻട്രൽ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ വിരുന്ന് എല്ലാ വർഷത്തെയും പതിവ് കാഴ്ച കൂടിയാണ്. ആത്മസമർപ്പണത്തോടെയുള്ള പങ്കുവെക്കലിന്റെ സന്ദേശം നൽകുന്നതാണ് ഇഫ്താർ വിരുന്ന്. എല്ലാ റംദാൻ മാസത്തിലും സമൂഹ നോമ്പുതുറ നടത്തുന്ന എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും തൊഴിലാളികളും നോമ്പ് തുറക്കാനെത്തി. നമ്മുടെ സമൂഹത്തിലെ നാനാ തുറയിൽപ്പെട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എംപിമാരും MLA മാരും അതുപോലെ തന്നെ സ്വാമിജിയും പള്ളിയിലച്ഛനും അതുപോലെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്ന് അൽഹംദുലില്ലാഹ് വലിയ ഒരു ഇഫ്താർ സംഗമം ഇവിടെ നമ്മൾ നടത്തിയിരിക്കുകയാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, വിഭജിച്ചു പോവേണ്ടവരല്ല, നമ്മൾ അകന്ന് നിൽക്കേണ്ടവരല്ല, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്നാലാണ് നമ്മുടെ ഈ മനുഷ്യരാശിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും സമാധാനമുണ്ടാകൂ എന്ന വലിയൊരു സന്ദേശമാണ് ഈ ഇഫ്താർ സംഗമത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഈ ഭീകരാന്തരീക്ഷത്തിൽ നിന്നും സമാധാനത്തിന്റെ പുതിയ ദിവസങ്ങൾ വന്നു ചേരുമെന്ന് TJ വിനോദ് MLA പറഞ്ഞു. സഹോദരന്മാർ അവരുടെ ഏറ്റവും നിർണായകമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു അസ്വസ്ഥത നമ്മുടെ ലോക പോലീസ് ആയ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾ നേരിടുകയാണ്. രാജ്യത്ത് സമാധാനവും ശാന്തിയും ലോകത്ത് സംജാതമാകട്ടെ എന്നാണ് ഈ പുണ്യ ദിനത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ 100 കണക്കിനു പേരാണ് പങ്കെടുത്തത്. കൈരളി ന്യൂസ്, കൊച്ചി.